സുഹൃത്തുക്കളെ, എല്ലാവർക്കും നമസ്കാരം. പലരുടെയും ഒരു പ്രശ്നമാണ് ജീവിതത്തിൻ്റെ പല സാഹചര്യങ്ങളിലും ഒറ്റയ്ക്കൊരു തീരുമാനമെടുക്കാനുള്ള ആത്മധൈര്യമോ ആത്മവിശ്വാസമോ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്നില്ല. ഉദാഹരണമായി, മകൻ്റെയോ മകളുടെയോ വിവാഹവുമായി ബന്ധപ്പെട്ട വിഷയം, അല്ലെങ്കിൽ കുടുംബത്തിൻ്റെ എന്തെങ്കിലും ഒരു വല്ലാത്തൊരു സാഹചര്യം വരുമ്പോൾ ഒരു തീരുമാനം പറയാൻ പലപ്പോഴും പല വിഷയങ്ങളിലും ഒരു ഭയപ്പാടോടുകൂടി എവിടെയെങ്കിലും ഒരു കല്യാണമോ വിവാഹ സൽക്കാരമോ ഒക്കെ അവിടെ പങ്കെടുക്കാൻ വേണ്ടി പോകുമ്പോൾ ആൾക്കാരോട് എന്തെങ്കിലുമൊക്കെ സംസാരിക്കുന്ന സമയത്ത് എന്നിൽ നിന്നും പറയാൻ പാടില്ലാത്ത എന്തെങ്കിലും വന്ന് അബദ്ധത്തിലാകുമോ എന്നുള്ള ഭയപ്പാട്, അങ്ങനെ ജീവിതത്തിൽ ആകെ ഒരു ഒറ്റപ്പെട്ടു പോകുന്ന ഒരു സാഹചര്യം പലരിലും ഉണ്ടാകും. അതിൻ്റെയൊക്കെ പിന്നിലെ കാരണം നമ്മുടെയൊക്കെ കുട്ടിക്കാലത്ത് ഉണ്ടാകുന്ന എന്തോ ചില അസ്വാഭാവികമായ സംഭവങ്ങൾ നമ്മുടെ മനസ്സിൻ്റെ ഉള്ളിൽ ഭയപ്പാടായി കടന്നു വന്നിട്ട് ജീവിതത്തിൻ്റെ പ്രതിസന്ധികളെ തരണം ചെയ്യേണ്ട അവസ്ഥയിൽ പലപ്പോഴും കാലുറപ്പോടുകൂടി ചങ്കുറപ്പോടുകൂടി പലതും പറയേണ്ട സാഹചര്യങ്ങളിൽ ഭയപ്പാടോടുകൂടി അസ്വസ്ഥമാകുന്ന അവസ്ഥയാണ് പലരിലും കാണുന്നത്. അവിടെയൊക്കെ നാം മനസ്സിലാക്കേണ്ടത്, അവിടെയൊക്കെ നമ്മുടേതായ അഭിപ്രായങ്ങളും നമ്മുടേതായ ചിന്തകളും സ്വന്തമായി തിരഞ്ഞെടുക്കാൻ കഴിയാതെ വരുമ്പോൾ മറ്റുള്ളവർ നമുക്ക് പറഞ്ഞു തരുന്നത് അവരുടെ ചിന്തയിലെയും അവരുടെ അനുഭവങ്ങളായിരിക്കും നമുക്ക് നമ്മുടേതായ പോംവഴിയായി പറഞ്ഞു തരുന്നത്. പക്ഷേ നമുക്ക് വേണ്ടത് സ്വന്തമായി നമുക്ക് തീരുമാനമെടുക്കുവാനുള്ള കഴിവ്, സ്വന്തമായി ഒരു അഭിപ്രായം പറയാനുള്ള കഴിവ്, സ്വന്തമായി എന്തെങ്കിലും പ്രശ്നങ്ങൾ വരുമ്പോൾ ധൈര്യത്തോടുകൂടി ആത്മവിശ്വാസത്തോടുകൂടി ഒരു അഭിപ്രായം പറയാനുള്ള ആത്മവിശ്വാസവും ആത്മധൈര്യവും നമ്മൾ ഉണ്ടാക്കണം. അങ്ങനെ ഉണ്ടാക്കുന്നില്ല എങ്കിൽ പലപ്പോഴും നാം ഒറ്റപ്പെട്ടു പോകുന്ന സാഹചര്യങ്ങൾ വരും. ഈ ഭയപ്പാട് നമ്മെ അപകടങ്ങളിൽ നിന്നും വലിയ അപകടങ്ങളിലേക്ക് കൊണ്ടുപോകുന്ന സാഹചര്യങ്ങളുണ്ടാകും. അത്തരം അവസ്ഥകൾ നമ്മളിൽ സംഭവിക്കാതിരിക്കാൻ ഏതൊരു വിഷയത്തെയും ഏതൊരു പ്രശ്നത്തെയും ആത്മവിശ്വാസത്തോടുകൂടി ഭയപ്പാടുകളില്ലാതെ മുൻധാരണകളില്ലാതെ സംസാരിക്കുവാനും ഹൃദയനിഷ്കളങ്കതയോടുകൂടി മറ്റുള്ളവരോട് പെരുമാറാനും, എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങളുണ്ട് എങ്കിൽ അതൊക്കെ മറന്നുകൊണ്ട് പ്രശ്നങ്ങൾ സങ്കീർണതകളിലേക്ക് പോകാതെ, ഞാൻ ഒറ്റപ്പെട്ടു പോകുന്നു എന്ന ഒറ്റപ്പെടലുകളിലേക്ക് പോകാതെ എല്ലാ മനുഷ്യരുമായി എല്ലാവരുമായി ഇണങ്ങാനും പൊരുത്തപ്പെടാനുമുള്ള ഒരു കഴിവ് ദൈവം നമുക്ക് തന്നിട്ടുണ്ട്. അത്തരം ഒരു കഴിവുകളിലേക്കും ആത്മവിശ്വാസങ്ങളിലേക്കും നമുക്ക് എത്തിച്ചേരാൻ ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. നന്ദി, നമസ്കാരം.